എല്ലാവർക്കും രജൂസ് കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു നാടൻ പലഹാരമായ പഴം നുറുക്കാണ്. ഇത് കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു മധുര പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. പഴം നുറുക്ക് തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് 1/2 ഇഞ്ച് കനത്തിൽ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ശർക്കര പാനി തയ്യാറാക്കാം. അതിനായി 125 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതൊരു പാനിലേക്ക് ഇട്ടതിനു ശേഷം 1/4 കപ്പ് വെള്ളം ചേർത്ത് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ശർക്കര ഉരുക്കിയെടുക്കുക. ശർക്കര വെള്ളത്തിൽ അലിയുന്നതുവരെ തുടർച്ചയായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ശർക്കരയെല്ലാം വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇത് നല്ലതുപോലെ തണുത്തതിനു ശേഷം ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിനു ശേഷം ഒരു പാനിലേക്ക് മാറ്റുക. ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴം ചേർക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്ക് ലിഡ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. 5 മിനിറ്റ് ആയപ്പോൾ നേന്ത്രപ്പഴം നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/2 ടീസ്പൂൺ നെയ്യ് എന്നിവ ചേർത്ത് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയതും ചേർത്ത് വീണ്ടും 1 മിനിറ്റ് നേരത്തേക്ക് വേവിക്കുക. 1 മിനിറ്റ് ആവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പോൾ പഴം നുറുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂട് അല്പമൊന്ന് കുറഞ്ഞതിന് ശേഷം ചെറു ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഈ പഴനുറുക്ക് റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. ഇനി പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ഓൾ.